24-24 സെക്കൻഡ് ഓഫീസർ ആയി. ചുറ്റും വെള്ളം മാത്രം നമുക്ക് ചിലപ്പോൾ ഒരു മൊമെന്റിൽ ഒരു കപ്പൽ പോലും ചിലപ്പോൾ കണ്ടെന്ന് പോലും വരത്തില്ല. നമുക്ക് ഇപ്പം ഒന്നുകൂടെ ബാക്ക്വേർഡ്സ് ആയിട്ട് നിൽക്കുന്ന ഫാമിലിയാണ് ഒന്നുകൂടെ ഗ്രോ അപ്പ് സുഖമായിട്ട് എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രോ അപ്പ് ആവാൻ പറ്റും. നമുക്കിപ്പോൾ ഒരിക്കലും ഒരു റോബോട്ടിന് അല്ലെങ്കിൽ AI നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോസിബിൾ. സോ ദാറ്റ് ടൈം ദേ ഹാഡ് നോ ഇന്റർനെറ്റ്. സോ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ ഫെസിലിറ്റി ഇല്ല, ഫോൺ കോളിനുള്ള ഫെസിലിറ്റി ഇല്ല. ആൻഡ് ബേസിക്കലി പിന്നെ നമ്മുടെ ഒരു ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമുണ്ട്, 6 മാസം കടൽ, 6 മാസം കര, 6 മാസം കഴിഞ്ഞ് വന്ന് ഇനി 6 മാസം കഴിഞ്ഞല്ല. അതിപ്പോൾ ആരാണെങ്കിലും നമ്മളെ കണ്ടുകഴിഞ്ഞാൽ മർച്ചന്റ് നേവിയിലാണെന്ന് പറയുമ്പോൾ മറ്റേ 6 മാസം കടൽ 6 മാസം കര എന്നുള്ള സിസ്റ്റം അല്ലേ നിങ്ങളുടെ. സത്യം പറഞ്ഞാൽ അതിനുള്ള ഉത്തരവൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാവരോടും മടുത്താണ്. അതിലൊരു മെയിൻ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ 6 മാസം കടല് അത് സത്യമാണ്, പക്ഷേ 6 മാസം കരയിൽ നിൽക്കണം എന്നുള്ളത് നമുക്ക് സീഫേഴ്സിന് അറിയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളൊരു 185 ഡേയ്സ് ഇന്ത്യക്ക് പുറത്തായിരിക്കണം എന്നുള്ളത് സീഫേഴ്സിന് നിർബന്ധമില്ല. കാരണം നമ്മളൊരു NRE സ്റ്റാറ്റസിലാണ് നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന സാലറി ടാക്സ് ഫ്രീ ആണ്. നമുക്ക് ആ സാലറിയിൽ നിന്ന് ഒരു ടാക്സ് എമൗണ്ട് നമുക്ക് ഒരു ഗവൺമെന്റ് പേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. സോ ഒരു 6 മന്ത്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫിനാൻഷ്യൽ ഇയർ ഒരു 6 മന്ത് ആള് വിചാരിക്കും ആ 6 മന്ത് നമ്മൾ ഫുൾ സാലറി കിട്ടിക്കൊണ്ടിരിക്കും, അവധിക്ക് സാലറി കിട്ടും, നമ്മൾ വീട്ടിലായിരിക്കും എന്നൊക്കെയാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നിൽക്കാം. ബേസിക്കലി ആ ഒരു ചെറിയ റൂമറാണ് നമ്മളെ കുറിച്ച് മെസ്സേജ് കേൾക്കുമ്പോഴേ ആളുകൾ മനസ്സിലോട്ട് കരുതുന്ന ആ ഒരു 6 മന്ത് ജോയിൻ ചെയ്യണ ആ ടൈമിലും എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എനിക്ക് 9 months കോൺട്രാക്റ്റാണ് കിട്ടിയത് ഫസ്റ്റ്. ഞാൻ എന്താ 9 months, ഞാൻ 6 months ആണല്ലോ കേട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് എന്തോ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ പോലെ എന്തോ ഡ്യൂ ടു സം എന്താ പറയുക പേഴ്സണൽ റീസൺസ് ചേഞ്ച് ആക്കേണ്ടി വന്നു. 6 month കോൺട്രാക്റ്റായി. അതിൽ എനിക്ക് അറൗണ്ട് 5.5 months ആയപ്പോൾ സൈൻ ഓഫ് ആയി. ആ ഒരു ടൈമിൽ അതേ കൂടെ ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോൾ എക്സ്പെക്ട് ചെയ്ത് കുറേ രാജ്യങ്ങൾ കറങ്ങാൻ പറ്റുമല്ലോ, അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചാണ് ജോയിൻ ചെയ്തത്. പക്ഷെ ഞാൻ പറയാലോ, ഞാൻ കയറി സൈൻ ഓൺ ചെയ്തു, ഗാങ് വീലിൽ സ്റ്റെപ്പ് ചെയ്തു, അതിനുശേഷം ഞാൻ ഇറങ്ങുന്നത് സൈൻ ഓഫിന്റെ ടൈമിലാണ്. അത്ര നാൾ കണ്ടിട്ടില്ല. ആ ഒരു സ്റ്റീൽ സ്ട്രക്ചറിൽ ഫുള്ളി ബ്ലെൻഡഡ് ആയിട്ടായിരുന്നു ഞാൻ ജീവിച്ചത്. പക്ഷെ ഈ ഒരു 6 month എന്ന് പറഞ്ഞൊരു ഘടകം ബാധകമല്ലാത്തൊരു ആൾ ഇവിടെ ഇരിപ്പുണ്ട്. ജോനാഥന് ചിലപ്പോൾ അത് 6 month ബാധകമല്ല ആ ഒരു കാര്യം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണെങ്കിൽ ഞാൻ കേഡറ്റ്ഷിപ്പ് 2019 ആണ് DNSന് വേണ്ടി പോയത്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കേഡറ്റ്ഷിപ്പ് 2 ships കംപ്ലീറ്റ് ചെയ്തു. സോ ബേസിക്കലി കോൺട്രാക്ട് എല്ലാം 6 months ആയിരുന്നു. പക്ഷെ എൻ്റെ ഒരു കോൺട്രാക്ട് ഞാൻ 6 months അല്ല ചെയ്തിരിക്കുന്നത്. എൻ്റെ എല്ലാ കോൺട്രാക്റ്റും 10 months, 9 months, 8 months. സോ മിനിമം ഒരു 8 months ഒരു സിംഗിൾ കോൺട്രാക്ട് എന്നുള്ള രീതിയിലാണ്. അത് ചെയ്യണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, പക്ഷേ ഓൺബോർഡ് ചെയ്യുന്ന ഓരോ സിറ്റുവേഷൻസ് ആണല്ലേ. നമുക്ക് സൈൻ ഓഫ് കിട്ടാൻ ലേറ്റ് ആവും, ചിലപ്പോൾ സൈൻ ഓഫ് ക്യാൻസൽ ആയി പോകും. അങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസ് കാരണമാണ് ഇത്ര ഒരു ലോങ് ഒരു പീരീഡ് ആയി പോകുന്നത്. പിന്നെ ഇത്ര ഒരു ലോങ് പീരീഡ് എങ്ങനെ, അപ്പൊ കുറെ പേര് ചോദിക്കും എങ്ങനെ ഇത്ര നാൾ ഷിപ്പിൽ നിൽക്കും, 10 months അല്ലെങ്കിൽ 8 months ഒക്കെ ഫാമിലിയിൽ നിന്ന് മാറി അല്ലെങ്കിൽ ഒരു ജോബിന്റെ ഹെക്ടിക് ഷെഡ്യൂളിൽ എങ്ങനെ നിൽക്കും. സോ അങ്ങനെയൊക്കെ ചോദിക്കും. അതാണ് സീഫെയർ, നമുക്ക് നിൽക്കാൻ ബാധ്യസ്ഥരാണ്. വൺസ് നമുക്കൊരു സൈൻ ഓഫ് ക്യാൻസൽ ആവും, നമ്മുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ആയി പോയാലും നമ്മളത് നിൽക്കാൻ മെന്റലി പ്രിപ്പയർഡ് ആവണമെന്നുള്ളത്. ജോനാഥൻ നാട്ടിൽ നിൽക്കുന്ന കൂടുതൽ കടലിലാണ് നിന്നിട്ടുള്ള. നാട്ടിൽ വന്നാൽ 2 മാസം 1 month 2 month ഒരു മന്ത് കൂടുതലൊന്നും നിൽക്കാറില്ലെന്ന് തോന്നുന്നു നാട്ടിലല്ലേ. ഒരു 2-3 months ആയിട്ട് ഇപ്പൊ നാട്ടിലുണ്ട്. ഇപ്പൊ നമ്മുടെ നാപാത്ത് അക്കാഡമിയുടെ വർക്ക് ഇൻ പ്രോഗ്രസ് ആയതുകൊണ്ട് അതിന്റെ ഇതിലായതുകൊണ്ട്. അല്ല, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സാറ് DNS അല്ലേ ചെയ്തത്? സോ ഇപ്പോ എത്ര വയസ്സുണ്ട്? സോ എനിക്കിപ്പം 24. 24-24 സെക്കൻഡ് ഓഫീസർ ആയി. സെക്കൻഡ് ഓഫീസർ. സോ അതിന്റെ ബേസിക് റീസൺ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ കണ്ടിന്യൂസ് ബാക്ക് ടു ബാക്ക് സെയിലിംഗ് ആയിരുന്നു. ബിക്കോസ് കോവിഡിന്റെ ടൈം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ കേഡറ്റ്ഷിപ്പ് 2 ships കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സോ അതുപോലെ തന്നെ എല്ലാ സ്റ്റുഡൻസും ചോദിക്കുന്ന ചോദ്യമാണ് ഒരു സ്റ്റാർട്ടിങ് ഫ്രം DNS ടിൽ 3rd officer എത്ര ഇയേഴ്സ് എടുക്കും എന്നത്. സോ ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഇപ്പോൾ കേഡറ്റ്ഷിപ്പ് ഒരു 2 years കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, ആൻഡ് DNS ഒരു 1 year. സോ ടോട്ടൽ 3 years, ആൻഡ് ഫൈനലി നാട്ടിൽ വന്നിട്ട് 1 year ഫോർ എക്സാമിനേഷൻ ആൻഡ് കോഴ്സസ്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു ടോട്ടൽ ഡ്യൂറേഷൻ ഒരു 4 yearsനുള്ളിൽ. പക്ഷെ ആ ഒരു കാര്യം നമുക്ക് എല്ലാ കമ്പനീസിന്റെ കാര്യത്തിലും പറയാൻ പറ്റും. കാരണം നമ്മൾ സ്പോൺസർഷിപ്പ് എടുക്കുന്നത് അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് ഓരോ കമ്പനിയുടെ സ്പോൺസർഷിപ്പ് എടുക്കണമെന്ന് പറയുന്നതിന്റെ കാരണം. ഒരു സ്പോൺസർഷിപ്പ് കമ്പനി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ, ക്രെഡിബിലിറ്റി, പിന്നെ അവിടെയുള്ള വെയിറ്റിംഗ് പീരീഡ് ആണ്. വെയിറ്റിംഗ് പീരീഡ് മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. കാരണം വെയിറ്റിംഗ് പീരീഡ് ലോങ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോസസ്, അതായത് 3rd officer ആവുന്ന പ്രോസസ് ഭയങ്കര ലോങ് ആവും. 24 എന്ന് പറഞ്ഞ സമയം ചിലപ്പോൾ 27-28 ഒക്കെ ആയെന്നൊക്കെ ഇരിക്കും അല്ലേ.
സോ ഇത് തന്നെയാണ് സ്റ്റുഡൻറ് ഇപ്പോൾ ഒരു മർച്ചന്റ് നേവിയിൽ ഓഫീസർ എഞ്ചിനീയർ ആവണം എന്നുള്ള ഒരു ആസ്പയറിംഗ് കാൻഡിഡേറ്റ് സ്പോൺസർഷിപ്പിന് വേണ്ടി ഒരു കമ്പനി ചൂസ് ചെയ്യുമ്പോഴും അവർ മെയിൻ ആയിട്ട് നോക്കേണ്ട ഫാക്ടർ ആണ് ലൈക്ക് എത്ര ഷിപ്സ് ഉള്ള ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ എന്തുമാത്രം നെറ്റ്വർക്ക് ഉള്ള ഒരു കമ്പനിയാണെന്ന്. ബിക്കോസ് ഇപ്പോൾ ഒരു 5 ഷിപ്സ് അല്ലെങ്കിൽ ഒരു 10 ഷിപ്സ് ഉള്ള കമ്പനിയാണ് അവരെ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ സോ യു നീഡ് ടു കീപ് ഇൻ മൈൻഡ് ദാറ്റ് യുവർ കാഡറ്റ്ഷിപ്പ് വിൽ ബി ഡിലേഡ്. സോ ദാറ്റ് ഈസ് അതായത് ഓരോ ഈ കാഡറ്റ്ഷിപ്പിന്റെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലായെന്ന് വരത്തില്ല. ഈ വെയിറ്റിംഗ് പീരീഡ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇപ്പം പ്രീസി കോഴ്സ് കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഷിപ്പിലേക്കൊക്കെ ജോയിൻ ചെയ്യുന്ന ഒരു ടൈമിന് ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നിങ്ങൾ ഒരു ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ എടുക്കുന്നത്. ആ ഒരു ടൈം പീരീഡ് ഡിലേഡ് ആയിക്കൊണ്ടേ ഇരിക്കും. ഇപ്പം ഷിപ്പ് കുറവുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്, അതിനെയാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പൊതുവെ നമ്മൾ മെൻഷൻ ചെയ്യാറുള്ള കാര്യം. അപ്പം സ്റ്റുഡൻസ് ചോദിക്കുമ്പോഴാണേലും നമ്മൾ സ്റ്റുഡൻസിനോട് പറയുന്നത് ഇപ്പം ഷിപ്സ് കൂടുതലുള്ള ഒരു കമ്പനി, അത് DNS ആയാലും BSc ആയിക്കോട്ടെ, ഇപ്പൊ സ്പോൺസർഷിപ്പ് കിട്ടുവാണെങ്കിൽ ഗോ വിത്ത് ദ കമ്പനി. സോ ഇപ്പം ഷിപ്സ് കൂടുതലുള്ള ഒരു കമ്പനിയാണ് ആൻഡ് യു ആർ ഗെറ്റിംഗ് സ്പോൺസർഷിപ്പ് ഫോർ BSc, യെസ് യു ക്യാൻ ഗോ ഫോർ BSc. അങ്ങനെയാണെങ്കിൽ നമ്മൾ BSc ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ BSc ചൂസ് ചെയ്യുക. എപ്പോഴും ഒരു കമ്പനി സ്പെസിഫിക് ആയിട്ട് സ്പോൺസർഷിപ്പ് ഏത് കമ്പനിയിലാണോ കിട്ടുന്നത് ആൻഡ് അവരെന്താണോ ഓഫർ ചെയ്യുന്നത് അത് നോക്കി വേണം ഒരു കാൻഡിഡേറ്റ് അവരുടെ കരിയർ പാത്ത് വേ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പൊതുവെ നോക്കിയാൽ ഒരു സ്പോൺസർഷിപ്പ് കമ്പനി നമുക്ക് കിട്ടി, അതിന്റെ കൂടെ നമുക്ക് ആ കമ്പനിയിലുള്ള വെയിറ്റിംഗ് പീരീഡ് കുറവാണെന്നാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അറ്റ് ദ ഏർലി സ്റ്റേജ് നിങ്ങളൊരു നല്ലൊരു ഓഫീസറായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. അത് പറ്റിയില്ലെങ്കിലും ബേസിക്കലി നമ്മളൊരു കമ്പനി സ്പോൺസർ ആയിട്ട് പഠിക്കുക, ഫസ്റ്റ്ലി നമ്മുടെ കാഡറ്റ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുക, എക്സാം ക്ലിയർ ചെയ്യുക. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെ ആണ്. സോ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വൺസ് ഓഫീസർ ആയി കഴിഞ്ഞാൽ ഡസ് ഇറ്റ് മാറ്റർ? നോ, മാറ്റർ അല്ല. നമുക്ക് വേറെ ലൈക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വേറെ കമ്പനീസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഷിപ്പിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. വൺസ് നമ്മളൊരു ഓഫീസറായി ഒരു തേർഡ് ഓഫീസറായി നമുക്ക് 6 months ബേസിക് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ദെൻ വി ഹാവ് ദ ഓപ്പർച്യൂണിറ്റി, നമുക്ക് മറ്റൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ആ ഒരു സ്ട്രീം ഭയങ്കര ഓപ്പൺ ആണ്. പിന്നെ അങ്ങോട്ടേക്ക് ഒരുപാട് നല്ല കമ്പനീസ് ഉണ്ട്, ഓണർഷിപ്പ് കമ്പനീസ് ഉണ്ട്, ഈവൻ മാനേജ്മെന്റ് കമ്പനീസിൽ പോലും നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസ് ഒരുപാടുണ്ട്. ലക്ഷ്മി മുന്നേ പറഞ്ഞ കാര്യത്തിൽ മറ്റേ ട്രാവൽ ചെയ്ത് ഒരുപാട് കാണാം, ഇതൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ട് ആളുകൾ ഈ മെർച്ചന്റ് നേവി. ഫസ്റ്റ് ഓഫ് ഓൾ സാലറിയാണ് എല്ലാവരും നോക്കുന്നത്. അതിന്റെ കൂടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ലൈഫ്, ലോകം മൊത്തം ചുറ്റി കാണാൻ സാധിക്കുന്നു ഫ്രീ ഓഫ് കോസ്റ്റിൽ, അതായത് വിസ പോലെ നമ്മൾ എടുക്കണ്ട, നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് ഇല്ല. ഇത് കയറുന്ന മുന്നേ എനിക്ക് ബൾക്ക് കാരിയർ ആണ് അലോട്ട് ആയത്. സോ ഞാൻ കേട്ടത് വെച്ച് ബൾക്ക് കാരിയർ ആണ് കൂടുതലും പോർട്സിലും കാര്യങ്ങളൊക്കെ പോകുന്നത്. സോ ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കാണാം, എല്ലായിടത്തും കാണാം എന്നുള്ളൊരു ഇന്റൻഷൻ ആയിരുന്നു എനിക്ക്. പക്ഷെ സൈസ് ലിമിറ്റേഷൻ, അതായത് എനിക്ക് കേപ്പ് സൈസ് വെസലാണ് അലോട്ട് ആയത്. സോ ഈ ലോഡിങ് പോർട്സിന് പകരം ആങ്കറേജിൽ വെച്ച് തന്നെ ലോഡിങ് ഉണ്ടായ സിറ്റുവേഷൻസിന് മെജോറിറ്റി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെത്. പോർട്ടിലേക്ക് പോലും ഷിപ്പ് പോകുന്നില്ല, അതായത് കര പോലും കാണുന്നില്ല. നമ്മൾ 2-3 hours away from land ആണ് നമ്മള്. സോ സ്റ്റിൽ ഇൻ ദി ഓഷ്യൻ. അതായിരുന്നു ലൈഫ്. ഈ ഒരു ബൾക്ക് കാരിയർഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഓരോ ഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വോയേജ്. പലതരം ഷിപ്സ് എത്ര ഫ്രീക്വന്റ് ആയിട്ടാണ് നമ്മൾ പോർട്ടിലേക്ക് പോകുന്നത്. ഈ ബൾക്ക് കാരിയർഷിപ്പിന്റെ കാര്യം പറഞ്ഞ എനിക്ക് ഒരു 2-3 months ഒക്കെ ലോങ് സെയിലിംഗ് ആണ്. ചുറ്റും വെള്ളം മാത്രം, നമുക്ക് ചിലപ്പോൾ ഒരു മൊമെന്റിൽ ഒരു കപ്പൽ പോലും ചിലപ്പോൾ കണ്ടെന്ന് പോലും വരത്തില്ല. അത് കഴിഞ്ഞാലേ അടുത്ത പോർട്ട് എത്തത്തുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് പോർട്ട് ടൈം കിട്ടുന്നത് ബൾക്ക് കാരിയേഴ്സിനാണ്. മേ ബി അത് ഫസ്റ്റ് ഷിപ്പ് ടു ഷിപ്പ് ലൈക്ക് ബൾക്ക് കാരിയേഴ്സ് തന്നെ ഡിഫറെന്റ് സൈസസ് ഡിഫറെന്റ് ടൈപ്സ്. സോ അതിൽ ഏത് ഷിപ്പ് കിട്ടുന്ന ആൻഡ് മേ ബി ഫസ്റ്റ് ഷിപ്പ് ആയതുകൊണ്ടായിരിക്കും നെക്സ്റ്റ് ഷിപ്പ് പോയിട്ട് ഒന്നുകൂടെ ചാൻസസ്. പിന്നെ കണ്ടെയ്നർ ഷിപ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ഡെയിലി പോർട്സ് ആയിരിക്കും, ചിലപ്പോൾ വീക്കിൽ ഒരു 3-4 പോർട്സ്. അതിപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ പോർട്ടിലേക്ക് പോകണമെങ്കിൽ, പക്ഷേ അവരുടെ ലൈഫും കുറെ അധികം ഹെക്റ്റിക് ആയിരിക്കും. കാരണം ബാക്ക് ടു ബാക്ക് പോർട്ട് വരുന്നു, ആ സ്കെഡ്യൂൾ കഴിഞ്ഞ് ഉടനെ അടുത്ത സീ വരുന്നു, നമ്മൾ നാവിഗേഷൻ വരുന്നു, മാനുവറിംഗ് വരുന്നു, വീണ്ടും പോർട്ട് വരുന്നു. സോ പേപ്പർ വർക്ക് ആൻഡ് നമ്മുടെ പോർട്ട് ഡ്യൂട്ടീസ് ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഹെക്റ്റിക് സ്കെഡ്യൂൾ ആയിരിക്കും കണ്ടെയ്നർ ഷിപ്സ്. ഷോർ ലീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 6 to 7 hours ലൈക്ക് വെളിയിൽ പോയിട്ട് കറങ്ങിയിട്ട്. അത് മറ്റൊരു രസകരമായ ചോദ്യം. നിങ്ങളാണെങ്കിൽ എല്ലാ ലൈസൻസ് ചിലപ്പോൾ 1 week ഒക്കെ നിങ്ങൾ പുറത്തു പോവോ, 2-3 ദിവസത്തേക്കൊക്കെ ആണോ ഷോർ ലീവ്, രാജ്യമൊത്തം കറങ്ങിയിട്ടാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കും. എല്ലാവരും ചോദിക്കുന്നതാണ്. ഇപ്പൊ എന്നോട് തന്നെ ചോദിക്കും ഓക്കെ ലാസ്റ്റ് ടൈം എവിടെയൊക്കെ പോയി. സോ ഞാൻ അവരുടെ അടുത്ത് ഡീറ്റെയിൽസ് പറയാം. ഓക്കെ അപ്പൊ ഇന്ന കൺട്രിയിൽ എത്ര ഡേയ്സ് ഉണ്ടായിരുന്നു, അവിടെ എത്ര ടൈം സ്പെൻഡ് ചെയ്തു. സോ ബേസിക്കലി അറിയില്ലല്ലോ, നമ്മളൊരു ലിമിറ്റഡ് 5-6 മണിക്കൂറൊക്കെ പോയിട്ട് കറങ്ങിയിട്ട് പെട്ടെന്ന്. ബേസിക്കലി ഐ സെയിൽ ഓൺ ഗ്യാസ് ടാങ്കർ. സോ ഗ്യാസ് ടാങ്കേഴ്സിന്റെ പോർട്ട് ഓപ്പറേഷൻസ് വളരെ ഹെക്റ്റിക് ആൻഡ് പ്ലാൻഡ് ആണ്. സോ ആങ്കറേജ് വെയിറ്റിംഗ് അങ്ങനെയൊന്നുമില്ല, ഡയറക്റ്റ് ഓൺ അറൈവൽ ബെർത്തിങ് ആണ് മോസ്റ്റ് ഓഫ് ദ കേസസ്. ആൻഡ് ബെർത്ത് വൺസ് അലോങ് സൈഡ് cargo operation will start in another 3 to 4 hours, and once cargo started in next 12 hours we'll finish loading and departure. So അതിനിടയ്ക്ക് നമ്മുടെ ഒരു ഡ്യൂട്ടി ഇപ്പം 6 hours ഒരു സെക്കൻഡ് ഓഫീസർ, 6 hours ഒരു തേർഡ് ഓഫീസർ ഡ്യൂട്ടി സ്വിച്ച് ചെയ്യാനുള്ള ടൈം പീരീഡേ ഉള്ളൂ. സെക്കൻഡ് ഓഫീസർ ആൻഡ് തേർഡ് ഓഫീസർ പോർട്സിൽ വരുമ്പോൾ 6 on 6 ഓഫ് ആണ് ചെയ്യുന്നത്. ആൻഡ് ആക്ച്വലി ദാറ്റ് 6 on 6 ഓഫ് കിൽസ്. അവിടെ ആരെങ്കിലും സാക്രിഫൈസ് ചെയ്യണം.
അവരുടെ വാച്ച്, എന്നാലാണ് നമുക്ക് ഒന്നുകൂടെ ഫ്രീ ആയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. കാരണം നമ്മളാണെങ്കിൽ 6 hours ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ ഒരു 6 hours റെസ്റ്റ് എടുക്കേണ്ട ടൈമിലാണ് നമ്മൾ പുറത്തു പോയി അത്യാവശ്യം ഒന്ന് കറങ്ങി ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് നമ്മൾ. മെയിൻലി ഷോർ ലീവ് നമുക്കൊരു സൈൻ ഓൺ അല്ലെങ്കിൽ സൈൻ ഓഫ് കിട്ടുമ്പോൾ ഡിലേ ഹോട്ടൽ സ്റ്റേസ് ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് റോം ചെയ്യാം. ലൈക്ക് ഞാൻ പേഴ്സണലി സെക്കൻഡ് ലാസ്റ്റ് ഷിപ്പ് ഞാൻ സൈൻ ഓഫ് ചെയ്ത ലണ്ടനിൽ നിന്നായിരുന്നു. എനിക്ക് പേഴ്സണലി ഒരു സ്റ്റേ കിട്ടി, ഒരു 1 night സ്റ്റേ കിട്ടി, 1 day and night. സോ ഞാൻ അത്യാവശ്യം ലണ്ടൻ ഫുൾ കവർ ചെയ്ത് കറങ്ങി. സോ അത് പിന്നെ ഞാൻ ചൈനയിൽ ഡ്രൈ ഡോക്ക് ചെയ്തു 1 month. അപ്പം എല്ലാ ഈവനിങ്ങും ഇറങ്ങാം. എല്ലാ ഈവനിങ് ചൈന ലൈക്ക് ലോങ്ഷാൻ എന്ന് പറഞ്ഞ ഐലൻഡ് ആയിരുന്നു. സോ അത് കറങ്ങാം. അങ്ങനത്തെ കുറെ, പിന്നെ ഇറ്റലി, കാലിഫോർണിയ അങ്ങനെയൊക്കെ ഇറങ്ങി. സോ അത് ഓരോ ഷിപ്പ് ഡിപ്പെൻഡ് ചെയ്ത്, ഇപ്പൊ ഒരു ഷിപ്പിൽ പോയാൽ എല്ലായിടത്തും കറങ്ങണമെന്നില്ല. അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു മറ്റൊരു ഇമ്പാക്ട് സൈഡിലേക്ക്. കാരണം ഈ മെർച്ചന്റ് നേവിയിലോട്ടേക്ക് വരുന്ന കുട്ടികൾ, അത് ഈ ആസ്പിറൻസ് കൂടുതലും കാണുന്നത് ഈ റീൽസും വീഡിയോസും ഒക്കെയാണ്. ഈ റീൽസും വീഡിയോസും കണ്ട് ഇതുപോലത്തെ സോഷ്യൽ മീഡിയ മീഡിയ ഫസ്റ്റ് ഷിപ്പ് കഴിഞ്ഞ് വന്ന ഫസ്റ്റ് ഡേ തന്നെ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചത് ഏതൊക്കെ രാജ്യത്ത് പോയി. സോ എനിക്ക് എന്താ പറയാ, ഞാൻ എല്ലാ രാജ്യത്തും പോയി, മീൻസ് ഓൾമോസ്റ്റ്. ഓക്കെ, പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ, ഒരു ഫോട്ടോ ഇടുമ്പോൾ ഓക്കെ ഞാൻ സിംഗപ്പൂർ ബങ്കറിങ് ഓപ്പറേഷൻസ് സാറിന് അറിയാലോ എവിടെ നിർത്തിയിടുകയെന്ന്. സോ അവിടെ ആങ്കറേജിൽ കടന്ന് നമ്മൾ ഇങ്ങനെ ചുറ്റിനും കാണാൻ പറ്റും, ഓക്കെ ലാൻഡ് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് നമുക്കേ അത് അറിയുള്ളൂ. സോ ആ ഒരു നമ്മൾ രാജ്യം കണ്ടു എന്നൊരു ഇത് നമ്മള് അത്രയും പറയാവുന്നതല്ലാണ്ട് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആക്ച്വലി നമുക്ക് കിട്ടുന്നില്ല. അത് അങ്ങനെയുള്ള ഒരു കാര്യമാണ്. ആളുകൾ അത് ഏതെങ്കിലും ഒരു ഷിപ്പിൽ നമുക്ക് കിട്ടും. ലൈക്ക് ഒരു ഷിപ്പിൽ അപ്പൊ ആദ്യത്തെ ഷിപ്പിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ റാൻഡംലി എവിടെയെങ്കിലും നമുക്ക് ഒരു കൺട്രീസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു റീൽസും വീഡിയോസും ഒക്കെ കണ്ടിട്ടാണ് കൂടുതലും ആളുകൾ ഇതിലേക്ക്. അതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം കണ്ടാണ് ആളുകൾ ഈ ആസ്പിറൻസ് ഒക്കെ നമുക്ക് കാൻഡിഡേറ്റ്സ്. ആദ്യത്തെ ഷിപ്പിൽ തന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഷിപ്പ് അല്ലെ നെക്സ്റ്റ് ഷിപ്പ് നമുക്ക് എവിടെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കൺട്രീസ് കിട്ടും. പിന്നെ സ്റ്റുഡൻസ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഷിപ്പിൽ എങ്ങനെയാണ് ഇന്റർനെറ്റ് ഫെസിലിറ്റി. സോ നിങ്ങൾ എങ്ങനെയാണ് ഡേറ്റ യൂസ് ചെയ്യുന്നത്? സോ ലൈക്ക് ഡേറ്റ യൂസ് ചെയ്യുന്നത് ലൈക്ക് അവർ ചോദിക്കും ഇവിടുത്തെ പോലെ 2 GB per day അല്ലെങ്കിൽ 3 GB per day അൺലിമിറ്റഡ് ആണോ? ഇപ്പോഴത്തെ കാര്യം ഓക്കെ, കുറച്ചു കാലം മുൻപത്തെ കാര്യം പറഞ്ഞ ആളുകൾ എന്റെ കമ്പനിയിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന 30 MB അത് $5 വെച്ച് ബൈ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നാട്ടിലെ ആ ടൈമിൽ 350 to 400 rupees ആണ് 30 MBക്ക് വരുന്നത്. ആ സമയത്ത് ആപ്സിന്റെ എല്ലാ ആപ്സ് ആകെ വാട്സ്ആപ്പ് മാത്രം എനിക്ക് ബൈ ചെയ്യാം, ഇഷ്ടമുള്ളപ്പോൾ അത്രയും ബൈ ചെയ്യാം. സോ $5 30 MB ആണ്. അപ്പം അത് യൂസ് ചെയ്യാം. അപ്പൊ കാരറ്റ് ഷിപ്പിൽ നമുക്ക് സാലറി കുറവാണ്, അത്രയും ബൈ ചെയ്യാം. കാരറ്റ് ഷിപ്പിൽ ആക്ച്വലി അത് സേവ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് എക്സാംസ്, കോഴ്സസ് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ 2019 അത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പർച്ചേസ് ചെയ്യാനില്ലാത്ത ഒരു ഓപ്ഷനിൽ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തൊരു അവസ്ഥയിൽ എനിക്ക് മന്ത്ലി 25 MB ആയിരുന്നു കിട്ടിയത്. അത് നമുക്ക് പറയാൻ പറ്റും, ഒന്ന് ഓൺ ആക്കിയാൽ ഓഫ് ആവുന്ന ഒരു അവസ്ഥയാണ്. ഒരു മാസത്തേക്ക് 25 MB ആയിരുന്നു 2019 കാരറ്റ് ഷിപ്പ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയിരുന്ന ഇന്റർനെറ്റ്. വേറെ പർച്ചേസ് ചെയ്യാൻ ഓപ്ഷൻസ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഫോണിൽ ജസ്റ്റ് ഒരു എമർജൻസി വീട്ടിലെ കോൺടാക്ട് മാത്രം വാട്സാപ്പിൽ യൂസ് ചെയ്യുക. എല്ലാ ആപ്ലിക്കേഷനും അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കും. ജസ്റ്റ് ഒന്ന് ഓൺ ആകും, 3-4 ദിവസം കൂടുമ്പോൾ ഒന്ന് മെസ്സേജ് അയച്ചിടും. പിന്നെ പോർട്ടൽ എത്തുമ്പം വെരി റാൻഡംലി നമ്മൾ വല്ലതും പർച്ചേസ് ചെയ്യും. കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് ഞാൻ സെക്കൻഡ് ഷിപ്പിലോട്ട് കടന്ന് പിന്നെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും എനിക്ക് എത്രയായിരുന്നു, 50 MB 2 weeks അങ്ങനെ സംതിങ് ആണെങ്കിൽ. പക്ഷേ 700 MBക്ക് $100 കൊടുത്തിട്ടായിരുന്നു പർച്ചേസ് ചെയ്യേണ്ടത്. അത് അറൗണ്ട് നമ്മുടെ അന്നത്തെ വാല്യൂ വെച്ച് നോക്കിയാൽ ഒരു 7,500 rupees നമ്മൾ പേ ചെയ്താൽ, ഇന്ത്യൻ റുപ്പി പേ ചെയ്താലാണ് നമുക്ക് ഒരു 700 MB പർച്ചേസ് ചെയ്യും. അത് നമ്മളിങ്ങനെ പിശുക്കി യൂസ് ചെയ്യും അന്നേരം ആ സമയത്ത്. ആ കാര്യത്തിൽ ഞാൻ വളരെ ലക്കി ആയിരുന്നു. എന്റെ ഫസ്റ്റ് ഷിപ്പിൽ തന്നെ എനിക്ക് 15 GB സ്റ്റാർലിങ്ക് ആണ് ഒരു മെയിൻ ചേഞ്ച് വരുത്തിയത്. സോ ഇപ്പൊ റീസെന്റ് എല്ലാ ഷിപ്സിലും സ്റ്റാർലിങ്ക് ആയിട്ടുണ്ട്. ഇപ്പൊ നേരെ ഒരു വീക്കിൽ എനിക്ക് തോന്നുന്നു ഡെയിലി ഒരു 500 MB അല്ലെങ്കിൽ വീക്കിലി 5 GB അല്ലെങ്കിൽ കുറച്ച് അൺലിമിറ്റഡ് ഓപ്ഷൻസ് ഒക്കെ ഇപ്പൊ സ്റ്റാർലിങ്കിൽ അവൈലബിൾ. സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് സിസ്റ്റം വന്നതോടുകൂടി എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ബേസിക്കലി നെറ്റ്വർക്ക് ചീപ്പായി. ലൈക്ക് ഡീപ്പ് ഓഷ്യൻസിലാണേലും ഇന്ത്യയിൽ ജിയോ വന്നതുപോലെ ത്രൂ സ്റ്റാർലിങ്ക് ലൈക്ക് വി ക്യാൻ കണക്ട്. സോ അതൊരു വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് അങ്ങനെ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഇപ്പം ഓൾമോസ്റ്റ് ഒരു ക്ലോസ് ടു ലൈക്ക് പെർ ഡേ 1 GB വെച്ച് ഓഫർ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട് ത്രൂ സ്റ്റാർലിങ്ക്. അല്ലെങ്കിൽ പെർ ഡേ ലൈക്ക് 1.5 GB 500 MB. സോ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ലൈക്ക് ആക്ച്വലി ദാറ്റ് ഈസ് എ റിലീഫ്, ഗ്രേറ്റ് റിലീഫ്. 2015 ഒക്കെ കാലഘട്ടം നമ്മൾ നോക്കി, അല്ലെങ്കിൽ അതിന്റെ പിന്നോട്ടൊക്കെ നമ്മൾ നോക്കിയാൽ ചിലപ്പം ഒരുപക്ഷെ ഇമെയിൽ സിസ്റ്റം അല്ലെങ്കിൽ സാറ്റലൈറ്റ് കോളിംഗ് സിസ്റ്റം മാത്രമായിരുന്നു നമുക്ക് ഈ ഒരു വൈഫൈ സിസ്റ്റം ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. വൈഫൈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു 2015 ശേഷമാണ് ഈ ഒരു സീഫെയറേഴ്സിന് വൈഫൈ കൊടുക്കുന്ന ലൈക്ക് കമ്പനീസ് അങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ തുടങ്ങി, ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തുടങ്ങി. സോ അതിന് വേ ബിഫോർ നോക്കുവാണെങ്കിൽ ലൈക്ക് എന്റെ ഫാദർ ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഇൻ 2010 ആൻഡ് ബിഫോർ
in 2000s. So that time they had no internet. സോ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ ഫെസിലിറ്റി ഇല്ല, ഫോൺ കോളിനുള്ള ഫെസിലിറ്റി ഇല്ല. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഓപ്ഷൻ കോമൺ ആയിട്ട് ബ്രിഡ്ജിൽ ഒരു ഫോൺ ഉണ്ട്. സോ ലൈക്ക് നിങ്ങൾ ഡേറ്റ കോളിംഗ് കാർഡ്സ് പർച്ചേസ് ചെയ്യണം. സോ കോളിംഗ് കാർഡ്സ് വെർ ഓൾസോ എക്സ്പെൻസീവ് ആൻഡ് ത്രൂ വൺ കോളിംഗ് കാർഡ് യു വിൽ ഗെറ്റ് ടോക്ക് ടൈം ലൈക്ക് 5 minutes 10 minutes. സോ ആ ടൈമിനുള്ളിൽ ലൈക്ക് നമുക്ക് ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യും. കോളിംഗ് കാർഡ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കോളിംഗ് കാർഡ്സ് വെർ ഓൾസോ എക്സ്പെൻസീവ് ആൻഡ് ബിഫോർ മിനിറ്റിനാണ് അതിന് കോസ്റ്റ് ചെയ്യുന്നത്. പെർ മിനിറ്റിനാണ് അതിന് ഡോളേഴ്സിൽ ചാർജ് ആവുന്നത്. അപ്പം പിന്നെ നമ്മളൊരു ഈ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. നമ്മൾ ഇമെയിൽ സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്തിരുന്ന കാലത്ത് നമ്മൾ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഷിപ്പിലേക്ക് ഒരു ഒറ്റ സിസ്റ്റത്തിലേക്കായിരിക്കും വരിക. അത് ക്യാപ്റ്റന്റെ സിസ്റ്റത്തിലായിരിക്കും വരിക. ക്യാപ്റ്റൻ അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഓരോ സീഫറിനെ വിളിച്ചായിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് ഇപ്പം അതിലുള്ള കണ്ടന്റ് എന്താണെന്നൊക്കെ ചിലപ്പോൾ അത് തുറന്ന് വായിക്കാറുണ്ട്. നമ്മൾ വിടുന്നതാണെങ്കിലും ക്യാപ്റ്റന്റെ സിസ്റ്റത്തിലൂടെ ആയിരിക്കും നമ്മളത് ഫോർവേഡ് ചെയ്യുക. അപ്പം നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരു മെയിൻ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഐസൊലേഷൻ എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ തന്നെ കുറെ റെഡ്യൂസ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പാരന്റ്സിനോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് കോൺടാക്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലത്തിൽ അങ്ങനെ കോൺടാക്ട് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ റീൽസും വീഡിയോസും മാത്രം കണ്ട് ഞാൻ ചെയ്യുന്ന ഉൾപ്പെടെ വീഡിയോയിൽ ഞാൻ അതാണ് പറയുന്നത്. കുട്ടികളെ നിങ്ങൾ റീൽസും വീഡിയോസും മാത്രം കണ്ട് മെർച്ചന്റ് നേവി എന്നൊരു ഫീൽഡ് ഭയങ്കര ഒരു എക്സെപ്ഷണൽ കേസാണ്, ഭയങ്കര ഒരു ലക്ഷറി ലൈഫാന്ന് വിചാരിച്ച് വന്നാൽ അവരവിടെ ഡിസപ്പോയിന്റഡ് ആവാനാണ് സാധ്യത. ഓൺ ബോർഡ് വന്നു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകത്തുള്ളൂ എന്താണ് അവിടുത്തെ റിയൽ ലൈഫ്, ലോൺലിനെസ് എന്താണ്, നമുക്ക് ഒന്ന് സംസാരിക്കാൻ ഒരു ആളില്ലാത്തൊരവസ്ഥ, നമുക്കൊന്ന് തുറന്നു പറയാൻ ആളില്ല, ഒന്ന് കമ്മ്യൂണിക്കേറ്റ് അതിനേക്കാളും ഒരുപാട് റെസ്ട്രിക്ഷൻസ്. എല്ലാ വർക്ക്സിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സോ ഈ ഒരു ഫീൽഡിൽ വരുമ്പോൾ ഇതാണ് ബുദ്ധിമുട്ട്. വേറൊരു ഫീൽഡിൽ പോകുമ്പോൾ 9 to 5 ജോബ് സ്ട്രെസ്, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും. ഏകദേശം എന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലും സാക്രിഫൈസ് ചെയ്യണം. ഏതൊരു ജോബാണ്. ഇപ്പൊ ഈ ഒരു ജോബ് പറയുകയാണെങ്കിൽ 6 months ഓൺ, അത് കഴിഞ്ഞ് നമുക്ക് വന്ന് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ആയി കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് കുറച്ച് നാളോടെ നാട്ടിൽ നിന്ന് ഒരു 1 year. എൻ്റെ ഫാദർ പേഴ്സണലി ഹീസ് എൻ ETO. സോ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയി. സോ 1.5 year ആയിട്ട് നാട്ടിലുണ്ട്. അത് കഴിഞ്ഞാൽ സെയിലിന് പോകുന്നത്. സോ ഫാമിലി ടൈം കിട്ടുന്നുണ്ട്. സോ അത് ഓരോ പ്ലസ് പോയിന്റ്സ് ആണ്. അത് നമുക്ക് ഈ ഒരു ഫീൽഡിൽ എല്ലാവരും വിചാരിക്കും ഈ നമ്മൾ കോഴ്സസ് ഒക്കെ പഠിച്ചത് DNS BSc നോട്ടിക്കൽ സയൻസ് ഒക്കെ പഠിച്ചാൽ ഈ ഒരു ഷിപ്പിംഗ് ഫീൽഡ് നമ്മൾ ലൈഫ് ലോങ് സെയിലിംഗ് തന്നെ ചെയ്യണമെന്നായിരിക്കും ആൾക്കാരൊക്കെ ഡൗട്ട്. കാരണം നമ്മൾ സെയിലിംഗ് വേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ നമുക്ക്. ഒത്തിരി സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് ചോദിക്കുന്ന ഡൗട്ടാണ്. ലൈക്ക് ഒരു ഷിപ്പിൽ കയറി പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, ഓക്കെ ലൈക്ക് ഇനി ലൈഫ് ലോങ് സെയിലിംഗ്, ലൈഫ് ലോങ് അൺടിൽ യു റിട്ടയർ മേ ബി 60-65 സെയിലിംഗ് എന്നൊരു ഓപ്ഷനേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? യെസ്, ദർ ഈസ് ഓൾട്ടർനേറ്റീവ്. ലൈക്ക് ബേസിക്കലി നമുക്കിപ്പോൾ ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ട് BSc നോട്ടിക്കൽ സയൻസ്. സോ ഈ BSc നോട്ടിക്കൽ സയൻസ് വെച്ച് തന്നെ ഇപ്പം ഷോറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാം. ബിക്കോസ് കമ്പനീസ് ആർ ഹയറിംഗ് ഇൻ ദർ as an assistant to the marine superintendent, something like that. As in second officer and third officer rank you can switch. Pinne vera oru opportunity aanu as a second mate, like we can go into voyage optimization in the shore. So shore il nammal plan cheyna charts, nammal plan cheyna voyages കാര്യങ്ങളെല്ലാം കമ്പനീസിന് അയച്ചു കൊടുക്കുമല്ലോ. സോ ഈ കമ്പനീസ് അയച്ചു കൊടുത്തു അവിടെ ഒരു അനലിസ്റ്റ് ഉണ്ട്, ഒരു ഒപ്റ്റിമൈസ് ഉണ്ട്, സോ ഇത് വെരിഫിക്കേഷൻ. സോ അങ്ങനത്തെ ഈ ഒരു റാങ്കിൽ തന്നെ ഷോറിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ പ്രൊസീഡ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഫെർദർ ഒരു ക്യാപ്റ്റൻ ആയി ചീഫ് ഓഫീസർ ഒക്കെ ആയി കഴിയുവാണെങ്കിൽ, ദെൻ ദ ഓപ്പർച്യൂണിറ്റീസ് ആർ ലൈക്ക് സ്കൈ ഇസ് എ ലിമിറ്റ്. ബിക്കോസ് ക്യാപ്റ്റൻ ഒക്കെ ആയി കഴിയുവാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഷോറിലേക്ക് മാറാം, ഷോറിലേക്ക് മറൈൻ സൂപ്രണ്ടന്റ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫ് ദ HR ടീമായിട്ട് മാറാം. എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ടെക്നിക്കൽ സൂപ്രണ്ടൻസ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാം, സൂപ്പർവൈസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം ഓഫീസിൽ. എഞ്ചിനീയേഴ്സ് ആയിട്ട് ചീഫ് എഞ്ചിനീയർ ഒക്കെ ആയി കഴിഞ്ഞിട്ട് ധാരാളം പേര് ഷോറിലേക്ക് മാറി ടെക്നിക്കൽ സൂപ്രണ്ടന്റ്, ലൈക്ക് മാനേജിങ് 5 ships, മാനേജിങ് 10 ships, അല്ലെങ്കിൽ ഒരു ഫ്ലീറ്റ് ഓഫ് ഷിപ്സിന്റെ മാനേജർ ആയിട്ട്, അല്ലെങ്കിൽ ഡ്രൈ ഡോക്കിംഗ്, അങ്ങനെ യാർഡ്സിലുള്ള ജോബ്, അങ്ങനെ കുറെ അധികം. അതിപ്പോ ഒരു ചീഫ് എഞ്ചിനീയർ അല്ലെങ്കിൽ മാസ്റ്റർ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളിപ്പം അതിലിപ്പോ കുറച്ചും കൂടി ജൂനിയർ ഓഫീസർ, ഇപ്പം ചീഫ് ഓഫീസർ ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് എഞ്ചിനീയർ ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടാണ് ഈ ഒരു മറൈൻ ഫീൽഡിൽ. പിന്നെ ഇതിന്റെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഈ മാരിടൈം പൈലറ്റ് ആവുമ്പോൾ വൺസ് വി ക്ലിയർ ആ സെക്കൻഡ് മീറ്റ്സ് വി ക്യാൻ ബിക്കം എ മാരിടൈം പൈലറ്റ്. അതിന് വേറെ കോഴ്സസ് ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച്. വൺസ് മാരിടൈം പൈലറ്റ് ആവാനായിട്ട് ബേസിക്കലി അത് കൺട്രി ടു കൺട്രി ഡിപ്പെൻഡ് ചെയ്യും. ലൈക്ക് സം കൺട്രീസ് ദേ നീഡ് അറ്റ്ലീസ്റ്റ് ചീഫ് മേറ്റ് ലൈസൻസ്, സം കൺട്രീസ് നീഡ് ക്യാപ്റ്റൻസ് ലൈസൻസ്. സോ ബേസിക്കലി സം കൺട്രീസ് ദേ ഈവൻ ടേക്ക് എക്സ്പീരിയൻസ് സെക്കൻഡ് ഓഫീസർ. സോ അത് കഴിഞ്ഞ് പൈലറ്റിന് ഒരു സ്പെഷ്യൽ കോഴ്സ് ഉണ്ട്. ആൻഡ് പൈലറ്റേജ് ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഓൺ വിച്ച് പ്ലേസ് ലൈക്ക് യു ആർ സിറ്റുവേറ്റഡ്, ബിക്കോസ് പൈലറ്റ് ഈസ് എ പേഴ്സൺ ഹു ഈസ് ഹാവിംഗ് എ ലോക്കൽ എക്സ്പെർട്ടൈസ്. സോ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഉണ്ട്.
പഠിക്കുന്നുണ്ട്, അതിനുവേണ്ടി കോഴ്സസ് ഉണ്ട്, ആൻഡ് അതിനും വേണ്ടി എക്സാംസ് ഉണ്ട്. സോ അങ്ങനെ ഒരു പാറ്റേണിൽ കൂടെ പോവുകയാണെങ്കിൽ ലൈക്ക് മറൈൻ പൈലറ്റ് ആവാം, അല്ലെങ്കിൽ പോർട്ട് മാസ്റ്റർ ആവാം, ഹാർബർ മാസ്റ്റർ ആവാം. സോ അങ്ങനെ ലൈക്ക് ഡെക്സ് ഓപ്പർച്യൂണിറ്റീസ് ആർ നോട്ട് ലിമിറ്റഡ്, ഓപ്പർച്യൂണിറ്റീസ് ആർ ലൈക്ക്. അത് ഞാനൊന്ന് ആലോചിക്കാണ്ടിരുന്നില്ല. വൺസ് ഞാൻ ഓസ്ട്രേലിയ ഒരു പോർട്ട് ഹെഡ്ലൈൻ എന്ന് പറഞ്ഞ ഒരു പ്ലേസാ. അപ്പോൾ അവിടെ ലൈക്ക് ലോഡിങ്ങിന് പോയ ടൈമിൽ ഇന്ത്യൻ പൈലറ്റ് ആണ്. എനിക്ക് ഒരിക്കലും കണ്ടിട്ട് എക്സ്പെക്ട് ചെയ്തില്ല. എനിക്കത് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. ഒരു ഇന്ത്യൻ പൈലറ്റ് അവിടെ ഓസ്ട്രേലിയയിൽ എൻ്റെ ഒരു തോട്ട് എങ്ങനെയാന്ന് വെച്ചാൽ, ഓക്കെ ഓസ്ട്രേലിയയിലെ സിറ്റിസൺസ് ആയിരിക്കും ഓസ്ട്രേലിയയിലെ പൈലറ്റ്സ്, അതേപോലെ ഇന്ത്യൻ സിറ്റിസൺസ് ഇന്ത്യയിലെ പൈലറ്റ്സ്, കാരണം അവർക്കായിരിക്കുമല്ലോ കൂടുതൽ നോളജ്. അങ്ങനെ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഈ ഒരു AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഇപ്പോഴത്തെ ഒരു വേൾഡിൽ കുറേ പേർക്ക് കൺസേൺ ഉള്ളതാണ്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയും ഇനി റോബോട്ടിക് മാത്രമായി മാറും, അല്ലെങ്കിൽ AI മാത്രമായിട്ടൊന്ന് ഡോമിനേറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളത് കുറേ കൺസേൺസ് ഉണ്ട്. അതിപ്പോൾ ഒരുപാട് നമുക്ക് അതിനെ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് തന്നെ പറയാൻ സാധിക്കുമല്ലേ? AI-യുടെ ഡോമിനൻസ് എല്ലാ ഫീൽഡിലും വരുന്നുണ്ട്, ബട്ട് ഷിപ്പിംഗ് ഫീൽഡിൽ അത് ഇതുവരെ കംപ്ലീറ്റ്ലി വന്നിട്ടില്ല. എസ്പെഷ്യലി ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ ഫീൽഡ്. അല്ലെങ്കിൽ ബാക്കി എല്ലാ ഫീൽഡ് നോക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് സൈഡ്, അല്ലെങ്കിൽ വീഡിയോ ക്രിയേഷൻ, എഡിറ്റിംഗ്, സോ അങ്ങനത്തെ കുറേ വൈഡ് ഏരിയാസിൽ AI കാരണം കുറേ പേരുടെ ജോബ്സും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഷിപ്പിംഗ്, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടിക്കാലിറ്റി, ഇറ്റ്സ് ഓൾ അബൌട്ട് സീമൻഷിപ്പ്. സോ AI-ക്ക് ലൈക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റിയ ഒരു ഇൻഡസ്ട്രി അല്ല ഷിപ്പിംഗ്. മെജോറിറ്റി ഷിപ്പിൽ മാൻ പവർ റിക്വയർഡ് ആണ്. അതിപ്പോൾ ഞാൻ എൻജിൻ സൈഡ് ആണെങ്കിൽ പോലും എന്തെങ്കിലും ചെറിയ മൈനർ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കുറേ കാര്യങ്ങളുണ്ട് അതിൽ. ഓക്കെ, നമ്മളിപ്പം ഡെയിലി ലൈഫിലാണെങ്കിൽ നമ്മളിപ്പം ആക്ച്വലി ഷിപ്പിംഗ് ലൈഫിൽ നമ്മൾ സീമാൻഷിപ്പ് ഈസ് ജസ്റ്റ് കോമൺ സെൻസ് നമ്മൾ പറയുന്നത്. നമ്മൾ കോമൺ സെൻസ് അനുസരിച്ചാണ്, കാരണം ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരുപാടധികം റിയൽ ലൈഫ് സിനാറിയോസ് ആണ്. നമുക്കിപ്പോൾ ഒരിക്കലും ഒരു റോബോട്ടിന് അല്ലെങ്കിൽ AI നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോസിബിൾ. കാരണം നമ്മളിപ്പം ഇപ്പം നാവിഗേഷൻ ബേസ്ഡ് ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അന്നേരം നടക്കുന്ന ഒരു ട്രാഫിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ അന്നേരം ഉണ്ടാകുന്ന ഒരു റിയൽ ലൈഫ് സിനാറിയോ നമുക്ക് ഒരിക്കലും പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് രീതിക്കായിരിക്കും ഒരു മറൈൻ കൊളിഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു കാർഗോ ലീക്കേജുകൾ സംഭവിക്കുക. ആ ടൈമിൽ നമ്മൾ ടാക്കിൾ ചെയ്യാൻ സാധിക്കണം. അതിന് ഒരു ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷിപ്പിംഗ് ഏരിയ, ഫോർ എക്സാമ്പിൾ സൗത്ത് ചൈന സീ അല്ലെങ്കിൽ സിംഗപ്പൂർ സ്ട്രേറ്റ്. സോ ഇങ്ങനത്തെ ഒരു സ്ഥലത്തൂടെ നാവിഗേറ്റ് ചെയ്യുമ്പം ഒരിക്കലും ഒരു അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്യാപ്റ്റൻ എടുക്കുന്ന ഒരു ഡിസിഷൻ പവർ ഒരിക്കലും ഒരു AI റോബോട്ട് അല്ലെങ്കിൽ AI ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എൻ്റെ കാഡറ്റ്ഷിപ്പ് ആണ് നിലവിൽ. സോ ആഫ്റ്റർ 18 months വൺസ് ഞാൻ എക്സാം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇനീഷ്യൽ സ്റ്റേജ് എങ്ങനെയായിരിക്കും ആസ് എ തേർഡ് ഓഫീസർ. സാറിൻ്റെ എക്സ്പീരിയൻസിൽ എങ്ങനെയായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ? From cadetship, completing exams and finally becoming an officer, it's entirely different, because the first thing is responsibility. Cadetshipന്റെ സമയത്ത് നമ്മൾ ചീഫ് ഓഫീസറിന്റെ കൂടെയാണ് വാച്ച് ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സീനിയർ ഓഫീസർ നമ്മളെ ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നു. ബട്ട് ആസ് സൂൺ ആസ് യു ബിക്കം തേർഡ് മേറ്റ്, യു ആർ ഡൂയിങ് ഇൻഡിവിജ്വൽ വാച്ചസ്. സോ ഫസ്റ്റ് തിങ് സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ. സോ നമ്മൾ വാച്ച് കീപ്പർ ആണ്, അല്ലെങ്കിൽ നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് റിമൈനിങ് 20 people are sleeping. So that is the main point. And second thing is safety of cargo and safety of the ship. So ഒരു ഓഫീസർ ആയി കഴിയുമ്പം കേഡറ്റിന് ബേസിക്കലി റെസ്പോൺസിബിലിറ്റീസ് ഒന്നും വരുന്നില്ല. പക്ഷേ ഒരു തേർഡ് ഓഫീസർ അല്ലെ സെക്കൻഡ് ഓഫീസർ ഏത് ഓഫീസർ ആകുമ്പോഴും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കംസ് ഓൺ യുവർ ഷോൾഡർ. സോ ദാറ്റ് വാസ് ദ മെയിൻ ഡിഫറൻസ് ദാറ്റ് ഐ ഫെൽറ്റ്. ആൻഡ് എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ, ഞാൻ കേഡറ്റ്ഷിപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, ഞാൻ തേർഡ് ഓഫീസറായി. ആൻഡ് ദ ഫസ്റ്റ് ടൈം ഞാൻ ജോയിൻ ചെയ്തത് ഒരു ടേക്ക് ഓവർ വെസലായിരുന്നു. ടേക്ക് ഓവർ മീൻസ് വേറൊരു കമ്പനിയിൽ നിന്ന് ഞങ്ങളുടെ കമ്പനി ആ ഷിപ്പ് പർച്ചേസ് ചെയ്തു. സോ ആ ടൈമിൽ ഷിപ്പിലെ ക്രൂ എല്ലാവരും സൈൻ ഓഫ് ചെയ്തു. സോ ഞങ്ങൾ എല്ലാവരും പുതിയ ബാച്ചായിട്ട് ജോയിൻ ചെയ്തത്. ആൻഡ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ സിംഗപ്പൂർ. സോ സിംഗപ്പൂരിൽ വെച്ച് ടേക്ക് ഓവർ ചെയ്തു. അവിടെ ഒരു 5 days ടൈം ഉണ്ടായിരുന്നു. ഫ്ലാഗ് ചേഞ്ച്, നെയിം ചേഞ്ച്, ഓണർഷിപ്പ് ചേഞ്ച്, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ ഇതെല്ലാം കഴിഞ്ഞ് ഫൈനലി എൻ്റെ ഫസ്റ്റ് നാവിഗേഷൻ വാച്ച് ആസ് ആൻ ഓഫീസർ വാസ് ഇൻ സിംഗപ്പൂർ സ്ട്രേറ്റ്സ്. സോ ദാറ്റ് വാസ് സോ ഹെക്ടിക്. ആൻഡ് ഞാൻ ഓഫ് കോഴ്സ് ഐ വാസ് സോ മച്ച് പാനിക്ഡ്. But I had a captain with me, and he knows my situation, so he guided me. He told me like tension around avashilla, I know that you are a fresher officer ayade ullu. So entire straight transit ende watch inde entire time il captain ende kude undarunnu. So I was confident. സിംഗപ്പൂർ പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ള എല്ലാവർക്കും അത് മനസ്സിലാവും.
വൺസ് സിംഗപ്പൂർ സ്ട്രേറ്റ് നമ്മുടെ സൗത്ത് ചൈന സീ ഒക്കെ ഒന്ന് ക്രോസ് ചെയ്ത് അതിലൊന്ന് എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത്യാവശ്യം എവിടെ വേണമെങ്കിലും നമുക്ക് നാവിഗേറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ആളുകൾ ചോദിക്കും ഇത്രമാത്രം ഈ ഡിഫിക്കൽറ്റി ആയിട്ട് ഇത്രമാത്രം നമ്മൾ ഈ സാക്രിഫൈസ് ഇതൊക്കെ ചെയ്തിട്ട് ഈ ഫീൽഡിൽ നിൽക്കേണ്ട നിലനിൽക്കേണ്ട കാര്യമുണ്ടോ, ഇട്ടിട്ട് പൊക്കൂടെ എന്നൊക്കെ ചോദിക്കത്തില്ലേ? അങ്ങനെ അവർക്ക് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ അവരൊന്ന് മനസ്സിലാക്കാൻ എന്താ സാധിക്കുക? അതായത് നമ്മളിപ്പം ഇത്രയും ചെയ്യുന്നതിൻ്റെ ഒരു നമ്മുടെ ഈ ഒരു ലൈഫ് നമ്മൾ എവറിത്തിങ് ഗെറ്റ്സ് അറ്റ് എ കോസ്റ്റ്. അതുകൊണ്ട് നമുക്ക് ഒരു ഏർലി സെറ്റിൽമെന്റ് ലൈഫ്, നമ്മളാണെങ്കിൽ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആവുന്നു, നമ്മുടെ ഷോൾഡറിന്റെ മുഖത്തുള്ള ഓരോ ആപ്ലെറ്റ്സിന്റെ സ്ട്രൈപ്സ് കൂടുന്തോറും നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടി വരുന്നു. ഈ ഒരു ചെറിയൊരു ഏജിൽ ഇത്രയൊരു വലിയൊരു ഏർണിംഗ് എമൗണ്ട് നമുക്കാണെങ്കിൽ അത് നോർമൽ ഷോർ ബേസ്ഡ് ജോബിന് ഒരിക്കലും അത് സാധിക്കത്തില്ല. അറ്റ് ദ ഇനിഷ്യൽ സ്റ്റേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇനിഷ്യൽ സ്റ്റേജിൽ ഒരിക്കലും അത് നമുക്ക് കിട്ടും. ഈ ഒരു ജോബിലോട്ട് വരുമ്പോൾ നമുക്ക് അറ്റ് യങ് ഏജ് നമ്മളൊരു 18 DNS ആണെങ്കിൽ ഒരു 19-20 ഏജ് തൊട്ടേ ചെറുതായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങും. മോസ്റ്റ് പ്രോബബ്ലി 35 to 60,000. ഈവൻ നമ്മുടെ സ്റ്റൈഫൻഡ് പോലും ഒരു സ്റ്റൈഫൻഡ് പോലും മോർ ദാൻ ഒരു ഗ്രാജുവേറ്റിന്റെ ഒരു 10 ഇയേഴ്സിന്റെ ഒക്കെ സാലറിയേക്കാളും കൂടുതലാണ് നമ്മുടെ സ്റ്റൈഫൻഡ് പോലും. യെസ്, അപ്പം നമുക്കൊരു ഏർലി ഏജിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവും, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാറും. നമുക്ക് ഇപ്പം ഒന്നുകൂടെ ബാക്ക്വേർഡ്സ് ആയിട്ട് നിൽക്കുന്ന ഫാമിലിയാണ്, ഒന്നുകൂടെ ഗ്രോ അപ്പ് സുഖമായിട്ട് ലൈക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രോ അപ്പ് ആവാൻ പറ്റും. സോ ഓൾ ദീസ് തിങ്സ് കംസ് അറ്റ് എ കോസ്റ്റ്. സോ അതാണ് നമ്മൾ ചെയ്യുന്ന സാക്രിഫൈസ്, നമ്മൾ കൊടുക്കുന്ന ടൈം, ആ സീയിൽ നമ്മൾ കൊടുക്കുന്ന ടൈം, അതിനാണ് നമ്മൾ ഇത്രയും ഹൈലി പെയ്ഡ് ആവുന്നത്. സോ നവപത്ത് അക്കാഡമി ഇപ്പൊ ഫ്യൂച്ചർ ആസ്പിറൻസ് ആയിട്ടുള്ള നമ്മുടെ കാൻഡിഡേറ്റ്സ് അവർക്കൊക്കെ നവപത്ത് അക്കാഡമിയുടെ ഒരു ഫ്യൂച്ചർ എന്താണ്, അല്ലെങ്കിൽ നവപത്ത് അക്കാഡമി എന്തിലേക്കാണ് ഫോക്കസ്? ഇപ്പൊ ഫൈനലി നമ്മൾ ഒന്നുകൂടെ പറയുവാണെങ്കിൽ അവർക്ക് നമുക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും ഫ്രം ദ സൈഡ് ഓഫ് നവപത്ത് അക്കാഡമി? We just focus on giving them the right guidance. സ്റ്റുഡൻസിന് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ്, കരിയർ പാത്വേ എന്താണെന്ന് അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി, ഓരോ സ്റ്റുഡൻറ്റിനും ആസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് കരിയർ പാത്വേനെ കുറിച്ച് പറഞ്ഞ് ലൈക്ക് ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ ഹാർഡ്ഷിപ്സ് ഇങ്ങനെയൊക്കെയാണ്. ലൈക്ക് എല്ലാവരും ഒരു സീമാൻ ആവാൻ വേണ്ടി ലൈക്ക് വരുന്നവരായിരിക്കില്ല, ബട്ട് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ കണ്ടുവരുന്നവർ. സോ ലൈക്ക് വി ജസ്റ്റ് നീഡ് ടു ഗൈഡ് ദ സ്റ്റുഡൻസ് ഇൻ ദ റൈറ്റ് പാത്ത്. And that's our main future, as our tagline says, navigating futures and transforming lives. And we offer personal guidance, അതായത് personal mentorship till they become an officer. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച്, അതായത് അക്കാഡമിയിൽ നിന്ന് പഠിച്ച് ഒരു DNS കോളേജിൽ ജോയിൻ ചെയ്യുന്നവരെ അല്ല, till they become an officer. കാരണം ഞങ്ങളെല്ലാം ഇപ്പം ഫൗണ്ടേഴ്സ്, കോ ഫൗണ്ടർ എല്ലാം സെയിം പാത്വേ കൂടെ പോയതാണ്. സോ വി ക്യാൻ പ്രോപ്പർലി ഗൈഡ് ദം ഇൻ എ റൈറ്റ് പാത്വേ. സോ ആൻഡ് ഞങ്ങളുടെ ഡയറക്ടർ ഹീസ് എ 30+ years മാസ്റ്റർ മറൈനർ, സീനിയർ മാസ്റ്റർ മറൈനർ ആണ്. സോ ലൈക്ക് സാറിന്റെ ഒരു പ്രത്യേക സാറിന്റെ ഒരു എക്സ്പെർട്ടൈസും കൂടി നമ്മുടെ ഒരു മാനേജ്മെന്റിൽ ഡയറക്ഷനിൽ ഒരു വളരെ ഹെൽപ്ഫുൾ ആണ്. ആൻഡ് സ്റ്റുഡൻസിന് അത് യൂസ്ഫുൾ ആണ്. ഓക്കെ, സോ ജസ്റ്റ് ഒരു കോച്ചിങ് മാത്രമല്ല, അവർക്ക് ഒരു മെന്ററും കൂടി ആവുക. അവർ റോങ് പാത്വേയിൽ പോകാനായിരിക്കും അവർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഗൈഡ് ചെയ്ത് പ്രോപ്പർ ആക്കി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ഇതും കൂടി ഇന്റൻഷനും കൂടെ ഉണ്ട് നവപാത്ത്. ഒരു IMUCT ക്ലിയറൻസ് അല്ലെങ്കിൽ അവർക്കൊരു സ്പോൺസർഷിപ്പ് വരെയുള്ള ഒരു ഗൈഡൻസ് അല്ല. ലൈക്ക് വി ലുക്ക് ഫോർവേഡ്, ലൈക്ക് ഒരു സ്റ്റുഡൻറ്റിന് നവപാത്ത് അക്കാഡമിയുടെ കൂടെയുള്ള ഒരു സ്റ്റുഡൻറ്റിന് until they become an officer, until they become a better officer, like to guide them, to support them, അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് ആണ് സ്റ്റുഡൻസിന് ഓഫർ ചെയ്യുന്നത്. ആൻഡ് ഞങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് പറയുന്നത്, ലൈക്ക് ദിസ് ഫീൽഡ് ഈസ് നോട്ട് ഈസി. യു നീഡ് ടു ബി വെൽ ഫിറ്റ് ഫിസിക്കലി ആൻഡ് മെന്റലി ഫോർ ദിസ് ജോബ്. For a better future. സോ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ഷോയുടെ പോഡ്കാസ്റ്റിന്റെ ഓൾമോസ്റ്റ് കൺക്ലൂഷനിലാണ് വന്ന് നിൽക്കുന്നത്. പേരൻസിന്റെയും സ്റ്റുഡൻസിന്റെയും ഒക്കെ ആയിട്ടുള്ള ഒരുപാടധികം ഡൗട്ട്സ് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട് നമുക്ക് വന്നിരുന്ന എൻക്വയറീസിൻ്റെ ഒക്കെ അല്ലേ. സോ നമ്മുടെ കോട്ടയത്തുള്ള നവപാത്ത് അക്കാഡമിയിൽ അറ്റ് എനി ടൈം പേരൻസിനാണെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യാം, ഒരു വാക്ക് അറൗണ്ട് എടുക്കാം. അതുപോലെ തന്നെ അറ്റ് എനി ടൈം നമുക്ക് നമ്മളെ കോൺടാക്റ്റും ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ ദിസ് ഈസ് സഞ്ചാരി ട്രെയിൽസ് ആൻഡ് നവപാത്ത് അക്കാഡമി. താങ്ക് യു ഫോർ വാച്ചിങ് ദ ഷോ. സൈനിങ് ഓഫ്.